മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ അമ്മയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അമ്മയോടായിട്ട് പറയുന്നുണ്ട്, അമ്മയെ നമ്മുടെ കരുണമോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് വല്ലാതെയാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി ഇവൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ നേരെ തിരിയുന്നുണ്ട്. എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തിയാടി ഇതിൻ്റെയൊക്കെ കാരണം, നീയും നിൻ്റെ മോളും കൂടെ എന്താടി എൻ്റെ മോൾക്ക് കലക്കി കൊടുത്തത്, അതുകൊണ്ടല്ലേ എൻ്റെ മോളുടെ കുഞ്ഞ് നഷ്ടമായത്. നീ ഈ സന്തോഷ വാർത്ത എളുപ്പം തന്നെ നിൻ്റെ മോളെ വിളിച്ച് പറയടി, നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്നും പോയില്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കൊല്ലുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനെ ഞാനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ എല്ലാ സ്വഭാവമാണ് നിങ്ങളെല്ലാം ഈ വിളിച്ച് പറയുന്നത്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരാനുള്ള കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാണെന്ന് തന്നെ മോഹിനി പറയുന്നുണ്ട്. അതുകൂടെ കേൾക്കുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് എൻ്റെ മുന്നിൽ നിന്നും പൊക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കഴുത്ത് നെരിച്ച് കൊന്നുകളയും, എൻ്റെ കൊണ്ട് നീ അത് ചെയ്യിക്കരുതെന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. പിന്നീട് ഹോസ്പിറ്റലിലോട്ട് അമ്മയും കൊണ്ട് പോകുന്നുണ്ട് പ്രതാപൻ. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഉണ്ണിയാണ് ഈ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ മുത്തശ്ശിയെ കാണുന്നത് ഉണ്ണി ഓടിച്ചെന്നിട്ട് പറയുന്നുണ്ട്, പോയി മുത്തശ്ശി പോയി, എൻ്റെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നതാണെന്നറിയോ എൻ്റെ കുഞ്ഞിന് വേണ്ടി, അതാണല്ലോ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഞാൻ ഇനി എൻ്റെ കരുണയോട് എന്താണ് പറയേണ്ടതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി ആകെ സങ്കടപ്പെടുന്നുണ്ട്. കരുണയോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്, ഇതുപോലത്തെ ഉള്ള പരിപാടികൾക്കൊന്നും നീ ഏർപ്പെടരുത്, പ്രത്യേകിച്ചും ഈ സമയത്ത് എന്നൊക്കെ ഞാൻ ഒത്തിരി പറഞ്ഞതാണ്. അതൊന്നും കേൾക്കാതെ കരുണ ഇതെല്ലാം പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രമായിരിക്കും എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. പിന്നീട് ഡോക്ടർ ഇവരെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ കരുണയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്, അത് എത്രത്തോളം സക്സസ് ആവുമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഫുഡ് പോയ്സൺ ആണ് ഉണ്ടായിട്ടിരിക്കുന്നത്, പക്ഷേ അതിലെന്ത് ഘടകമാണ് അടങ്ങിയിരിക്കുന്നതെന്ന് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ട് പോലും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. എന്നാലും ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്നെല്ലാം നേരിയൊരു പ്രതീക്ഷ കൊടുക്കുന്നുണ്ട് കരുണയുടെ കാര്യത്തിൽ. അപ്പോഴാണ് കരുണയുടെ വയറ്റിൽ തന്നെയാണ് വിഷം ചെന്നിരിക്കുന്നതെന്നുള്ള കാര്യം ഇവർ 3 പേർക്കും മനസ്സിലാകുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആ ലാടവൈദ്യം പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്, ഈ മരുന്ന് അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചികിത്സിച്ചാലും ഭേദമാവില്ലെന്നും എന്ത് ടെസ്റ്റ് ചെയ്താലും അത് കണ്ടുപിടിക്കാനാകില്ലെന്നുമൊക്കെ ആ ലാടവൈദ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് അയാൾ തരുന്ന മറുമരുന്ന് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് പ്രതാപനോട്. പ്രതാപം പറയുന്നുണ്ട്, അമ്മ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലാടവൈദ്യനെ പോയി കാണണം, എന്നിട്ട് മോൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അയാളോട് പറയണം, അയാൾ തന്നെ എന്തെങ്കിലും ഒരു മരുന്ന് തന്ന് നമ്മുടെ മോളെ രക്ഷപ്പെടുത്തിട്ട്, അല്ലാതെ ഇവിടെ കിടന്നുകൊണ്ടൊന്നും ആയില്ല എന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ. അതും പ്രകാരം പ്രതാപനാണെങ്കിൽ ലാടവൈദ്യനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, നീ തന്നെ പോകേണ്ട മോനെ, ഞാനും കൂടെ വരാം, എന്നെ കണ്ടാലല്ലേ അയാൾക്ക് മനസ്സിലാവുള്ളൂ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപൻ്റെ കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ ഒരിടത്തോട്ടും പോകരുത്, ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം, നമ്മൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇവർ രണ്ടുപേരും കൂടെ. പിന്നീട് മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് പറയുന്നുണ്ട് കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യവും കരുണയ്ക്ക് തീരെ സുഖമില്ലെന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, മോളുടെ ശരീരത്തിൽ ആസകലം എന്തോ ഒരു ഫുഡ് പോയ്സൺ ആണ് സംഭവിച്ചിരിക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല, പക്ഷേ അമ്മയും പ്രതാപേട്ടനും കൂടെ എന്നെയാണ് പഴി പറയുന്നത്, മോളെ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ഭക്ഷണത്തിൽ എന്തോ കലർത്തി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ മേലെ ചാടിക്കടിച്ചു വരികയാണെന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കിതൊക്കെ ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കരുണമോൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനി വളരെയേറെ കരയുന്നുണ്ട്. കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം അറിയുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായില്ല. മഹാലക്ഷ്മി ആണെങ്കിൽ വളരെയേറെ സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ കണ്ണനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കരുണയുടെ നില അതീവ ഗുരുതരമാണെന്നും കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള കാര്യമെല്ലാം പറയുന്നുണ്ട്. എന്തോ ഒരു ഫുഡ് പോയ്സൺ ആണ് ഇതിന് കാരണമെന്നെല്ലാം പറയുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, എനിക്കിത് ആദ്യമേ മുതലേ സംശയമുണ്ടായിരുന്നു, ഞാൻ അതുകൊണ്ടല്ലേ തന്നോട് ഈയിടെ പറഞ്ഞത്, തൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു, പക്ഷേ അമ്മ ഉണ്ടാക്കി തന്നതല്ലേ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ കഴിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നമ്മളെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി ഇവർ 3 പേരും കൂടെ ആസൂത്രണം ചെയ്ത് എന്തോ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ പായസത്തിലായിരുന്നോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അതാണ് അന്ന് ആ സിദ്ധം വന്നപ്പോഴേക്കും ആ പായസം വേണ്ട, തണുത്ത പായസം മതി എന്നെല്ലാം പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലായിരിക്കും നമുക്ക് തരാൻ വേണ്ടി എന്തോ കലർത്തി വെച്ചിരുന്നത്, ആ പായസമായിരിക്കും. അതാണ് കരുണ എടുത്ത് കുടിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കരുണയ്ക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. തനിക്ക് വെച്ച വിനയാണ്
ഇപ്പോൾ കരുണയ്ക്ക് സംഭവിച്ചിരിക്കുന്നതെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കേട്ടിട്ട് പോലും കണ്ണേട്ടന് ഒരു സങ്കടവും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത്, അവനവനും കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീണു എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.